പാറക്കടവ് ശിഹാബ് തങ്ങൾ ഡയാലിസിസ് സെൻ്ററിൻ്റെ 7ാം വാർഷിക സംഗമവും 15 മെഷീനോടുകൂടി പുതുതായി തുടങ്ങുന്ന 2ാം ബ്ലോക്കിൻ്റെ ഉദ്ഘാടനവും 2026 ഫെബ്രുവരി 5 വ്യാഴാഴ്ച വൈകുന്നേരം 6 മണിക്ക് ഉപ്പാണക്കാട് സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ ഉദ്ഘാടനം നിർവഹിക്കുമെന്ന് വാർത്താസമ്മേളനത്തിൽ ഭാരവാഹികൾ അറിയിച്ചു. പുതിയ ബ്ലോക്ക് പ്രവർത്തനം തുടങ്ങുന്നതോടെ 150ഓളം രോഗികൾക്ക് ഇതിൻ്റെ സേവനം ഉറപ്പാക്കാൻ കഴിയുമെന്നും വൃക്ക രോഗികൾ കൂടി വരുന്ന സാഹചര്യത്തിൽ ഈ രോഗം തടയുന്നതിന് വേണ്ടിയുള്ള ശക്തമായ പ്രതിരോധ പ്രവർത്തനങ്ങളുടെ ഭാഗമായി അന്ന് കാലത്ത് 10 മണി മുതൽ വൈകിട്ട് 5 മണി വരെ സൗജന്യ വൃക്കരോഗ നിർണയ ക്യാമ്പും നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. എം പി ചാരിറ്റബിൾ ട്രസ്റ്റിൻ്റെ ചെയർമാനും ശിഹാബ് തങ്ങൾ ഡയാലിസിസ് സെൻ്ററിൻ്റെ ട്രസ്റ്റ് ചെയർമാനുമായിട്ടുള്ള എം പി അബ്ദുള്ള ഹാജി സൗജന്യമായി നൽകിയിട്ടുള്ള ഈ കെട്ടിടത്തിലാണ് പുതിയ യൂണിറ്റ് വരുന്നത്. നിലവിൽ തന്നെ 2 കോടി രൂപ അവിടെ വാർഷിക ചെലവ് വരുന്നുണ്ട്. പുതിയ ബ്ലോക്ക് കൂടി ഉദ്ഘാടനം ചെയ്യുന്നതോടുകൂടി അത് 4 കോടിയായി വർദ്ധിക്കുകയാണ്. ഈയൊരു ജീവകാരുണ്യ പ്രവർത്തനം നമുക്കറിയാം, നമ്മുടെ മേഖലയിൽ അനുദിനം വർദ്ധിച്ചു വരുന്ന വൃക്ക രോഗികളുടെ ഡയാലിസിസുമായി ബന്ധപ്പെട്ട ഏറെ അനിവാര്യമായ ഈയൊരു ആതുരാലയത്തിൻ്റെ അല്ലെങ്കിൽ ഈ ഒരു ആശ്വാസ കേന്ദ്രത്തിൻ്റെ വാർഷിക സംഗമം നടക്കുമ്പോൾ ഈ നാട്ടിലെ മുഴുവൻ ജനങ്ങളും ഇതുമായി ഭാഗവാക്കുകളായി കക്ഷിരാഷ്ട്രീയ ജാതി മത വ്യത്യാസമില്ലാതെ ഡയാലിസിസ് ചെയ്യുന്ന ഒരു സെൻറ്റർ എന്നുള്ള നിലയിൽ സഹകരിക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് അടുത്തതായി ഞങ്ങളുടെ കമ്മിറ്റിയുടെ ട്രഷററായിട്ടുള്ള ആമർ പുന്നക്കൽ സംസാരിക്കും. ഒരു നിർണായകമായ ഘട്ടം എന്ന നിലയിലാണ് ഫെബ്രുവരി 5-ാം തീയതി അതിൻ്റെ 7ാം വാർഷികവും പുതിയ ബ്ലോക്കിൻ്റെ ഉദ്ഘാടനവും നിർവഹിക്കപ്പെടുന്നത്. 7 വർഷമായി വളരെ വിജയകരമായി ഈ യൂണിറ്റ് പ്രവർത്തിക്കുകയായിരുന്നു. 140 രോഗികൾക്ക് ഇതുവരെ സൗജന്യമായി ചെയ്തു വരികയാണ്. രോഗികളുടെ ആധിക്യം മൂലം ഇനിയും ഒരു 140 രോഗികൾക്ക് കൂടി ചെയ്യുന്നതിന് വേണ്ടിയുള്ള പുതിയ ക്രമീകരണമാണ് അവിടെ നടത്തിയിട്ടുള്ളത്. പുതിയ ബ്ലോക്ക് ഉദ്ഘാടനം എന്ന നിലയിൽ 7ാം വാർഷികത്തോടനുബന്ധിച്ച് അഭിമന്യനായ പാണക്കാട് സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ അത് ഉദ്ഘാടനം ചെയ്യുകയാണ്. ലോകത്തിലെ ഏറ്റവും വലിയ സൗജന്യ ഡയാലിസിസ് സെൻ്ററാണ് പാറക്കാട് ഡയാലിസിസ് സെൻ്റർ. ശിഹാബ് തങ്ങളുടെ പേരിൽ 6 വർഷങ്ങൾക്ക് മുമ്പ് ആരംഭിച്ച ഈ മഹാസംരംഭം ജനങ്ങളുടെ ഏറ്റവും ഉദാരമായ സഹായം കൊണ്ട് വമ്പിച്ച വിജയത്തിലൂടെയാണ് കടന്നു പോകുന്നത്. ഇതിൻ്റെ വിജയത്തെക്കുറിച്ചൊക്കെ നേരത്തെ സംസാരിച്ച നമ്മുടെ സെക്രട്ടറിയും ഖജാൻജിയൊക്കെ ഇവിടെ വിശദീകരിച്ചിട്ടുണ്ട്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ രോഗം നമ്മുടെ നാട്ടിൽ വർദ്ധിച്ചു വരുന്നുണ്ടോ നമ്മൾ ഭയപ്പെടുകയാണ്. നാദാപുരം നിയോജക മണ്ഡലത്തിൽ മാത്രം 1000ഓളം ആളുകൾ ഡയാലിസിസ് രോഗത്തിന് വിധേയരാണ് എന്നാണ് ഒരു അനൗദ്യോഗിക കണക്കൊക്കെ സൂചിപ്പിക്കുന്നത്. ഇവിടെ ഈ 140 ആളുകൾക്ക് നമ്മൾ ഡയാലിസിസ് ചെയ്യുന്നു. പുതിയ ബ്ലോക്കോടും കൂടെ വീണ്ടും 140 ആളെ കൂടി നമ്മൾ അഡ്മിറ്റ് ചെയ്യുന്നു. എന്നാലും നമ്മളെ മാത്രം വെയിറ്റിംഗ് ലിസ്റ്റിൽ 150ഓളം ആളുകൾ ബാക്കിയാണ്. ഈ ഒരു ആപൽക്കരമായ അവസ്ഥ കണക്കിലെടുത്തുകൊണ്ടാണ് വൃക്കരോഗ പ്രതിരോധത്തിന് വേണ്ടിയുള്ള ഒരു പരിശോധനാ ക്യാമ്പ് വളരെ പ്രധാനമായി നടത്തുന്നത്. ആ ഓൺലൈനായിട്ട് അതിൻ്റെ രജിസ്ട്രേഷൻ ആരംഭിച്ചിട്ടുണ്ട്. നിങ്ങളുടെ എല്ലാം തന്നെ സഹായം കൊണ്ട് എല്ലാ ആളുകളും ഇത് പരിശോധന നടത്തി ഈ രോഗം വരാതിരിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു പ്രതിരോധത്തിന് നമ്മളെ ജനങ്ങളെ ഒരു മുന്നറിയിപ്പായി വളരെ ഉയർത്തിക്കൊണ്ടുവരുന്നതിനുള്ള ശ്രമം നിങ്ങളുടെ ഭാഗത്തുനിന്നും ഉണ്ടാവണം. ഈ വൃക്കരോഗ നമ്മുടെ നാട്ടിലെ ഏറ്റവും ഭീകരമായ രീതിയിൽ ഇവിടെ സൂചിപ്പിച്ചതുപോലെ രോഗം വർദ്ധിച്ചപ്പോൾ സമൂഹം പേടിച്ചറച്ചു നിൽക്കുന്നൊരു ഘട്ടത്തിലാണ് മുസ്ലിം ലീഗ് നാദാപുരം നിയോജക മണ്ഡലം കമ്മിറ്റി
മരണപ്പെട്ടു പോയ ഹൈദരലി ശിഹാബ് തങ്ങളുടെ നിർദ്ദേശങ്ങൾ സ്വീകരിച്ചുകൊണ്ട് ഇങ്ങനെ ഒരു സ്ഥാപനം ആരംഭിച്ചത്. സമൂഹത്തിൽ ഈ രോഗം വന്നാൽ ഇല്ലാതായി പോകുന്ന, തീർന്നു പോകുന്ന ഒരു സാഹചര്യം ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം എല്ലാ അർത്ഥത്തിലും അവൻ ജീവൻ മാത്രമല്ല സാമ്പത്തികമായും തകർന്നു പോകുന്ന ഒരു ഘട്ടത്തിൽ ഒരു രാഷ്ട്രീയ പാർട്ടി എന്നുള്ള നിലക്ക്, സാമൂഹ്യ പ്രതിബദ്ധതയുള്ളൊരു പാർട്ടി എന്നുള്ള നിലക്കാണ് ഇത് ഏറ്റെടുത്തത്. ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഇത് നടത്തുന്നത് മുസ്ലിം ലീഗ് പാർട്ടിയാണ് എങ്കിലും ഒരു രാഷ്ട്രീയമോ മതമോ ജാതിയോ പരിഗണിക്കാത്ത രീതിയിൽ എല്ലാവരെയും ഒരുപോലെ മനുഷ്യനായി കണ്ടുകൊണ്ട് അവരെ സഹായിക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ പിറകിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഉദ്ദേശം. ഓൾറെഡി എല്ലാവരും വിശദീകരിച്ച് കഴിഞ്ഞ്, പ്രത്യേകിച്ച് കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. നിങ്ങളുടെ ഭാഗത്തു നിന്നുള്ള എല്ലാ സഹകരണങ്ങളും ഇത് വിജയിപ്പിക്കാൻ വേണ്ടി നിങ്ങൾ എല്ലാ സഹകരണങ്ങളും ചെയ്ത് വിജയിപ്പിച്ച് തരിക. അതാണ് പ്രത്യേകിച്ച് പറയാനുള്ളത്. ട്രസ്റ്റ് ചെയർമാൻ MP അബ്ദുള്ള ഹാജി, ജനറൽ സെക്രട്ടറി സൂപ്പി നരിക്കാട്ടേരി, ട്രഷറർ അഹമ്മദ് പുന്നക്കൽ, മുസ്ലിം ലീഗ് മണ്ഡലം പ്രസിഡന്റ് മുഹമ്മദ് ബംഗ്ലത്ത്, ജനറൽ സെക്രട്ടറി MP ജാഫർ മാസ്റ്റർ തുടങ്ങിയവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ഡെസ്ക്, മീഡിയ വിഷൻ.